ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സാമ്പത്തിക ഇടപാടുണ്ടായാൽ അത് പലപ്പോഴും ദുരന്തത്തിലാകും കലാശിക്കുക. പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജന്റെ ബാങ്ക് അക്കൗണ്ടിലെ പണം മനോജിന്റെ മകൻ എടുത്തെന്നാരോപിച്ച് പലപ്പോഴും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശിയായ മനോജിനെ ബന്ധുവും അയൽവാസിയുമായ രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത്. പഞ്ചായത്തിൽ നിന്നും ലൈഫ് പദ്ധതിയിൽ ലഭിച്ച പണം മനോജിന്റെ മകൻ തട്ടിയെടുത്തെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. രാജന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം എടുത്തു നൽകിയിരുന്നത് മനോജിന്റെ മകനായിരുന്നു. ഇതിൽ പലതവണയായി 1 ലക്ഷം രൂപയോളം മനോജിന്റെ മകൻ തട്ടിയെടുത്തിരുന്നു. ഇത് രാജൻ ചോദ്യം ചെയ്തത് പലപ്പോഴും വാക്കേറ്റത്തിലും അടിയിലും കലാശിച്ചിരുന്നു. ഇന്നലെ രാത്രിയിലും കൊല്ലപ്പെട്ട മനോജ് രാജന്റെ വീട്ടിലെത്തി വാക്കേറ്റമുണ്ടായതായി പറയുന്നു. തുടർന്നുള്ള സംഘർഷത്തിലാണ് മനോജിനെ രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഘർഷത്തിൽ പരിക്ക് പറ്റിയ രാജനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട.